ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഞാൻ എന്ത് പറഞ്ഞാണ് എന്റെ നിരപരാധിത്വം തെളിയിക്കേണ്ടത് എനിക്കറിയില്ല. അല്ല, ഞാൻ എന്തിനാ ആശാൻ ഒളിപ്പിക്കുന്നേ? ആശാനും ഏടത്തേമ്മയും കൂടി എത്രയും പെട്ടെന്ന് ഒന്നിക്കണമെന്ന് ഉള്ളൊരുക്കി പ്രാർത്ഥിച്ച് നടക്കുന്ന ഒരാളാ. എന്നെ തന്നെ ഏടത്തമ്മ സംശയിച്ചല്ലോ. അതിന് കാരണമുണ്ട്. എന്നോടുള്ള എന്റെ അച്ഛന്റെ സ്നേഹം മനസ്സിലാക്കി തന്നതിന്, പിന്നെ നിന്റെ മനസ്സിലും ഞാൻ എത്രത്തോളം ഉണ്ടെന്ന് അറിയാൻ കഴിഞ്ഞു. നെഞ്ചിനകത്ത് എന്തൊക്കെയോ ചെയ്ത് ഒപ്പിച്ച് വെച്ചിട്ടുണ്ട് ഡോക്ടർമാര്. എവിടെ വരെ എത്തുന്നൊരു ഉറപ്പ്. വേണ്ട, അങ്ങനെയുള്ള വാക്കുകളൊന്നും പറയണ്ട. ഞാൻ ഈ ഭൂമിയിൽ നിന്നും വിട ചൊല്ലി പോകേണ്ടത് ശിവന്റെ മടിയിൽ കിടന്നാവണം. അപ്പോഴും എന്നെ കൂടെ കൊണ്ടുപോകത്തില്ല? ഇല്ല, ഞാൻ പോകുമ്പോ എന്റെ മുന്നിൽ ഈ തെമ്മാടി തലയെടുപ്പോടെ നിൽക്കുന്നത് എനിക്ക് കാണണം. അയ്യേ, ആളുകളെ വിറപ്പിക്കുന്ന തന്റേടിയായ ചട്ടമ്പിയുടെ കണ്ണുകളില് കണ്ണുനീരോ? ഇനി നമ്മൾ രണ്ടുപേരും കരയില്ല. കരയിക്കാൻ ഞാൻ വിളിക്കുന്ന എന്റെ മാതാവ് സമ്മതിക്കില്ല. അതെ, ഈ നെഞ്ചിനകത്ത് എനിക്കൊരു സ്ഥാനം ഉണ്ടായിരുന്നു. ഡോക്ടർമാര് കേറി മുറിച്ചപ്പോ എന്നെ എടുത്ത് കളഞ്ഞൊന്നുമില്ലല്ലോ. നീ ഉണ്ട് പെണ്ണെ ഇതിനകത്ത്. മതി, എനിക്കത് മാത്രം കേട്ടാ മതി. എല്ലാം ചെയ്തത് വിഷ്ണുവാണ്, മാഡത്തിന്റെ ഹസ്ബൻഡ് വിഷ്ണു. മാഡം കരുതുന്ന ആളുമല്ല. ഒരു വാടക ഗുണ്ടയായ എന്നെ വരെ കബളിപ്പിച്ച് ആ പണം കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരെയും വിറ്റ കാശ് അവന്റെ കയ്യിലുണ്ട്. മാഡത്തെ കാണാനാണോ? കാണാനാണെങ്കിൽ ഇന്ന് പറ്റുമെന്ന് തോന്നുന്നില്ല. മാഡം ഒരു വീഡിയോ കോൺഫറൻസിലാ. മേഡത്തിന് എന്നെ കാണണമെന്ന് പറഞ്ഞ് വിളിപ്പിച്ചിട്ടാണ് ഞാനിപ്പോ ഉള്ള ഓട്ടെല്ലാം കളഞ്ഞിട്ട് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പൊ പിന്നെ മേഡത്തിനോട് ചോദിക്കാണ്ട് മേഡത്തിനെ കാണാൻ പറ്റില്ല എന്നൊക്കെ പറയുമ്പോ നിങ്ങൾ എന്നെ ആലോചിക്കുക, അത് ശരിയായ ഒരു നടപടിയാണോ? എന്നാ ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ. ആ, അത് മര്യാദ. എന്താനു? മാഡത്തെ കാണണമെന്ന് പറഞ്ഞ് കമലം വന്ന് കാത്തു വെക്കുന്നു. എന്താ മാഡം വേണ്ടത്? ഞാനും അവനെ വെയിറ്റ് ചെയ്ത് തന്നെ ഇരിക്കുന്നത്. കയറ്റിവിട. പിന്നെ വിസിറ്റേഴ്സ് ആരെങ്കിലും വന്നാ പുറത്തിരിക്കാൻ പറഞ്ഞാൽ മതി. ശരി മാഡം. അകത്തേക്ക് ചെല്ലാൻ പറഞ്ഞു. മേഡം, ഇങ്ങി വാ. കമലനോട് ഞാൻ ചോദിക്കാൻ പോകുന്ന കാര്യങ്ങൾ കമലനും ഞാനും മാത്രം അറിഞ്ഞാൽ മതി. ഇരിക്കാൻ. കമലനെ ഞാൻ ഇതേ കാരണം പറഞ്ഞ് വിളിച്ചു വരുത്തുന്നത് ഇത് 2ാം തവണയാണ് അല്ലേ? അതെ. ഇതുവരെ കമലിൽ നിന്നും അനുകൂലമായ ഒരു മറുപടി എനിക്ക് കിട്ടിയിട്ടില്ല. അതറിയുന്നത് വരെ കമലൻ കുറച്ച് ബുദ്ധിമുട്ടേണ്ടി വരും. എന്റെ ആശാനെ കണ്ടുപിടിക്കാൻ വേണ്ടിട്ടല്ലേ? അതെനിക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല. അത് എനിക്കൂടി തോന്നണ്ടേ കമല? വിഷ്ണുവേട്ടൻ ഇപ്പൊ ഈ കളിക്കുന്ന നാടകത്തിന് പിന്നിൽ നിനക്കുള്ള റോൾ എന്താ? മനസ്സിലായില്ല. ഒരു തട്ടിക്കൊണ്ടുപോകൽ നാടകം നടന്നില്ലേ? അവനെ ഞങ്ങളങ്ങ് പൊക്കി, ഡാനിയലിനെ.
അവനെ ഇടിച്ച് ഇഞ്ചപ്പരുവാക്കി പിഴിഞ്ഞപ്പോ അവൻ പറഞ്ഞ കാര്യങ്ങളാ ഞാനീ പറയാൻ പോകുന്നെ. തട്ടിക്കൊണ്ടുപോകൽ നാടകം ആസൂത്രണം ചെയ്തതും കാശ് വാങ്ങിയതുമെല്ലാം വിഷ്ണുവേട്ടനാണെന്ന് അവൻ പറയുന്നേ. പച്ച കള്ളമാണോ അവൻ പറയുന്നേ? ഒരു പെരുങ്കള്ളം മറവ് കേട്ടിട്ടും ഏടത്തമ്മന്റെ ആശാനെ സംശയിക്കണോ? നിന്റെ ആശാന്റെ പ്രവൃത്തികൾ ഏതൊരാൾക്കും സംശയം ഉണ്ടാക്കും കമല. എനിക്കിപ്പോ അറിയേണ്ടത് ഇതൊന്നുമല്ല. വിഷ്ണുവേട്ടൻ ഈ കാണിച്ചു കൂട്ടുന്ന ഡ്രാമയ്ക്കെല്ലാം വിഷ്ണുവേട്ടനെ സഹായിക്കാൻ ഒരാളുണ്ട്. എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുന്ന ഒരാള്. അത് നീയാണോ? നിന്റെ അറിവോടുകൂടിയാണ് ഇതെല്ലാം നടക്കുന്നേ. അത് മാത്രം നീ പറഞ്ഞാ മതി. ബാക്കി കാര്യം പോലീസ് നോക്കിക്കോളും. ഇപ്പൊ ഡാനിയൽ എന്ന് പറയുന്നവനെ സ്റ്റേഷനകത്ത് കിടന്ന് സകല ദൈവങ്ങളെയും വിളിക്കുക. ആ ഒരു അനുഭവം നിനക്ക് വരാതിരിക്കാൻ വേണ്ടിയാ ഞാൻ ഈ ചോദിക്കുന്നത്. നിനക്ക് എന്തെങ്കിലും വിവരം അറിയാമെങ്കിൽ, നിനക്ക് നിന്റെ തടി ഭദ്രമായി കൊണ്ട് നടക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ എന്നോട് എല്ലാ സത്യങ്ങളും പറയണം. പറ. നിനക്കറിയാവുന്ന ഒരു സ്ഥലത്ത് വിഷ്ണുവേട്ടൻ മാറി താമസിക്കല്ലേ? ഒരു ഒളിച്ചോട്ടം. ഞാൻ എന്ത് പറഞ്ഞാണ് എന്റെ നിരപരാധിത്വം തെളിയിക്കേണ്ടത് എനിക്ക് അറിയില്ല. അല്ല, ഞാൻ എന്തിനാ എന്റെ ആശാൻ ഒളിപ്പിക്കുന്നേ? ആശാനും ഏടത്തിയമ്മയും കൂടി എത്രയും പെട്ടെന്ന് ഒന്നിക്കണമെന്ന് ഉള്ളൊരുക്കി പ്രാർത്ഥിച്ച് നടക്കുന്ന ഒരാളാ. എന്നെ തന്നെ ഏടത്തമ്മ സംശയിച്ചല്ലോ. അതിന് കാരണമുണ്ട്. നീ നിന്റെ ആശാനും കൂടി അറിഞ്ഞുകൊണ്ട് എന്നെ വിട്ടിവേഷം കെട്ടിക്കുകയാണോന്നൊരു സംശയം. സത്യം പറ കമല, ഈ പ്രദേശത്ത് എവിടെയോ വിഷ്ണുവേട്ടനുണ്ട്. അത് നിനക്കും അറിയാം. ഇതെല്ലാം വെറുതെ ഏട്ടത്തമ്മ ചിന്തിച്ചുണ്ടാക്കുന്ന കാര്യങ്ങളാ. ഇതിന് മറുപടി പറയാൻ എനിക്ക് ആവില്ല. അല്ല, എല്ലാവരും നന്മ മാത്രമേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. ആ എന്നെ തന്നെ ഏട്ടത്തമ്മ സംശയിക്കുന്ന അറിഞ്ഞപ്പോ ഞാൻ തകർന്നു. ഇപ്പൊ ഏട്ടത്തമ്മയുടെ മുന്നിൽ നിൽക്കുന്ന കമലിന് ജീവനുണ്ടെന്നേ ഉള്ളൂ. ഒരു അപേക്ഷയുണ്ട്, ഇനി എന്നെ ഇങ്ങനെ സംശയിക്കരുത്. സംശയിച്ച ഞാൻ ചങ്കുപൊട്ടി ചത്തുപോകും. അമ്മേ, മോളെ, പപ്പിക്ക് നല്ല ചൂടുണ്ട്. ഇവിടെ ഇരുന്ന് സിറപ്പ് കൊടുത്തിട്ടൊന്നും പനി കുറയുന്നില്ലടി. എന്നാ പിന്നെ മോളെ സിറ്റി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാമേ. ഞാൻ ഇപ്പൊ തന്നെ ഹോസ്പിറ്റലിലേക്ക് എത്താം. ശരി, ഞാൻ പറഞ്ഞു നോക്കാം. പറഞ്ഞാ പോരാ, നിർബന്ധമായിട്ടും അമ്മ അവരെ ഹോസ്പിറ്റലിലേക്ക് പറഞ്ഞു വിടണം. ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങുക. ശരി.